ഹലോ ഗായ്സ്, ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് എന്തെന്നറിയാം, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഇൻസ്റ്റഗ്രാം വഴി പരിചയമുള്ള കൊമ്പങ്ങാട്ട് കോയ, കുഞ്ഞാപ്പു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളാണ് കുഞ്ഞാപ്പും അതുപോലെ തന്നെ കോയ. അവരുടെ വീഡിയോസ് നമ്മൾ കണ്ട് കുറേ ചിരിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞെ മക്കൾക്ക് വരെ കോയ, കുഞ്ഞാപ്പു ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അവർ ചെയ്യുന്ന വീഡിയോസ് ആയാലും ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ളതും, അതേപോലെ തന്നെ അവർ കൂടുതലും പെയ്ഡ് പ്രൊമോഷൻസാണ് കൂടുതലും ചെയ്യല്. പക്ഷെ അതിൽ തന്നെ കുറേ ചിരിക്കാനും ഇതിനൊക്കെ ഉണ്ടാവും. അങ്ങനെ ലാലിപ്പോൾ പുതിയ വീട് വെച്ചു. അങ്ങനെ ഇപ്പോൾ അവർ കുഴപ്പമില്ലാത്തൊരു നല്ല ജീവിതത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാലാൻ്റെ പുതിയതായിട്ട് കണ്ട ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ വഴിയാണ് ലാലക്ക് ഇത്രയും വിഷമവും കാര്യങ്ങളുണ്ട്, ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഇത്രയും നടക്കണേ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അതിൽ ലാല പറയുന്നുണ്ട്, തനിക്കൊരു മോളുണ്ട്, വയ്യാത്ത മോളാണ്, പാപ്പ എന്ന് വിളിച്ച് കേൾക്കാനുള്ള ഒരു പൂതിയിലാണ് താൻ ഇരിക്കണമെന്നും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ആ മോള് പറഞ്ഞാൽ ആ സാധനം എവിടെ നിന്നായാലും വാങ്ങിച്ചവർക്ക് ഞാൻ തയ്യാറാണ്. അത്രയും വിഷമമുണ്ട്. ഒരു വയ്യാത്ത മോളുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കും. കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ ഭാര്യ അത്രയും കെയർ ചെയ്തിട്ടാണ് തങ്ങളുടെ മകളെ നോക്കണമെന്നും, അതുപോലെ തന്നെ ഒരു പരിപാടിക്ക് പോകാൻ പോലും ആ താത്താക്ക് പറ്റില്ല. കാരണം ഈ ഒരു മോളെ നോക്കണം, ആ മോൾക്ക് എല്ലാം ചെയ്തു കൊടുക്കണം. എന്തായാലേ പുറമേന്ന് കാണുന്നതൊന്നല്ല നമ്മൾ ജീവിതം, ഉള്ളിലുള്ള അവസ്ഥ അവർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും വിഷമത്തിൽ അവർ ഇത്രയും പുറമേ എല്ലാവർക്കും സന്തോഷം. അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആയാലും എന്തെങ്കിലും നമ്മൾ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും സന്തോഷിക്കാനും കുറേ പേരുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാണിക്കരുത്. അത് നമുക്ക് തന്നെ വലിയൊരു അബദ്ധമായിട്ട് വരുന്നവർക്ക് അറിയാം. പക്ഷെ മൂപ്പര് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്കായാലും പഠിച്ചവൻ അങ്ങനെയൊന്നും ആർക്കും ഒരു കുട്ടികൾക്കും വരുത്തല്ലേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ലാല പറയുന്നുണ്ട്, തൻ്റെ ഭാര്യനെ, ആ ഇൻ്റർവ്യൂ കണ്ട ഒരാൾക്ക് മനസ്സിലാവും ആൾ തൻ്റെ ഭാര്യനെ ഒരു ഭാഗത്തോലും മോശമായിട്ടോ അതേപോലെ തന്നെ എത്ര നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ചിലവരുണ്ട് ഭാര്യ ഉണ്ടോ ഇല്ലേന്ന് തന്നെ നോക്കില്ല, എല്ലാവർക്കും ഇപ്പോൾ ഫോണും കാര്യങ്ങളും മതി, ജസ്റ്റ് ഒന്ന് പരിഗണിച്ചാൽ മതി ഭാര്യേനെ. അവർ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് വളരെ സന്തോഷമാവും. അത്രയുള്ള ലൈഫ് ഭാര്യയും ഭർത്താവും അവർ തന്നെ എന്നും ഉണ്ടാവുള്ളൂ. മക്കളും ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ ഇട്ടിട്ട് പോവും. എന്നുവെച്ചാൽ അവരുടെ ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മളെ മറക്കുന്നല്ല, അവർ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. മനസ്സിലായോ? നമുക്ക് എന്നും നമ്മുടെ ഭാര്യയും ഭർത്താവും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് ആ ലാലാൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത്രയും എന്താ പറയുക, സങ്കടമായതുപോലെ തന്നെ സന്തോഷമായി. ഭാര്യനെ ഇത്ര അധികം മൂപ്പര് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. എന്തായാലും എല്ലാവരും ഇതേപോലെ തന്നെ നന്നായി സ്നേഹിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.